പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തിരുന്ന ഒരു വലിയ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. നമ്മുടെ സ്വന്തം യുദ്ധവിമാനങ്ങൾക്ക് കരുത്തു പകരാൻ വിദേശത്ത് നിന്ന് എഞ്ചിനുകൾ എത്തുന്ന കാലം അവസാനിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യകളിൽ ഒന്നായ ജെറ്റ് എഞ്ചിൻ നിർമ്മാണം ഇനി നമ്മുടെ മണ്ണിൽ നടക്കാൻ പോകുന്നു. അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് കമ്പനിയും നമ്മുടെ സ്വന്തം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും തമ്മിലുള്ള ചരിത്രപരമായ കരാറിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനിരിക്കുന്നത്. ഇത് കേവലം ഒരു കരാറല്ല, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ തലവര തന്നെ മാറ്റാൻ പോകുന്ന ഒരു കിഡിലൻ നീക്കമാണ്. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. 1961 ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മാരുത് എന്ന വിമാനം ഓർമ്മയില്ലേ? മികച്ച ഡിസൈൻ ആയിരുന്നിട്ടും ആവശ്യത്തിന് കരുത്തുള്ള എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം ആ വിമാനത്തിന് ലോകത്തിന് മുന്നിൽ തിളങ്ങാൻ കഴിയാതെ പോയി. പിന്നീട് കാവേരി എന്ന പേരിൽ ഒരു തദ്ദേശീയ എഞ്ചിൻ നിർമ്മിക്കാൻ നമ്മൾ ശ്രമിച്ചെങ്കിലും അത് പരീക്ഷണ ഘട്ടങ്ങളിൽ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ജെറ്റ് എഞ്ചിൻ നിർമ്മാണം ഇത്രയും കഠിനമാകുന്നത്? ലോകത്ത് വെറും 3-4 രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഈ വിദ്യ ഇന്ത്യയിലേക്ക് എങ്ങനെ എത്തുന്നു? അവിടെയാണ് ഈ പുതിയ കരാറിന്റെ പ്രസക്തി ഒളിഞ്ഞിരിക്കുന്നത്. ജനറൽ ഇലക്ട്രിക്കിന്റെ F414 എഞ്ചിനുകളാണ് ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഈ എഞ്ചിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 80% സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ IP റൈറ്റ്സും അമേരിക്ക ഇന്ത്യക്ക് കൈമാറാൻ സമ്മതിച്ചിരിക്കുകയാണ് എന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഒരു നാറ്റോ സഖ്യകക്ഷിയല്ലാത്ത രാജ്യത്തിന് അമേരിക്ക ഇത്രയധികം സാങ്കേതിക വിദ്യ കൈമാറുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. ഇത് കേവലം ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കലല്ല, മറിച്ച് എഞ്ചിൻ നിർമ്മിക്കുന്നതിനുള്ള അറിവ് തന്നെ ഭാരതത്തിന് ലഭിക്കുകയാണ്. ഏതൊക്കെ വിമാനങ്ങൾക്കാണ് ഇനി കരുത്ത് ലഭിക്കാൻ പോകുന്നത്? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ഇന്ത്യയുടെ ഭാവി വിമാനങ്ങളുടെ ഹൃദയമിടിപ്പായിരിക്കും ഈ എഞ്ചിൻ. പ്രധാനമായും നമ്മുടെ വ്യോമസേനയുടെ കരുത്തായ തേജസ് മാർക്ക് 2 വിമാനങ്ങൾക്കാണ് ഈ എഞ്ചിൻ പ്രധാനമായും ഉപയോഗിക്കുക. ഏകദേശം 99 എഞ്ചിനുകൾ ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ നിർമ്മിക്കും. ഇത് കൂടാതെ ഇന്ത്യയുടെ 5ാം തലമുറ വിമാനമായ AMCA അഡ്വാൻസ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ ആദ്യ 2 സ്ക്വാഡ്രണുകളിലും ഈ F414 എഞ്ചിൻ തന്നെയാകും ഉപയോഗിക്കുക. ചുരുക്കത്തിൽ വരും ദശകങ്ങളിൽ ഇന്ത്യൻ ആകാശം കാക്കാൻ പോകുന്നത് ഈ കരുത്തായിരിക്കും എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ്. നിലവിൽ സേവനത്തിലുള്ള തേജസ് വിമാനങ്ങളുടെ എഞ്ചിനായ F404 എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഇന്ത്യയിൽ തന്നെ ഒരു ഡിപ്പോ സ്ഥാപിക്കാൻ ജനറൽ ഇലക്ട്രിക് എന്ന അമേരിക്കൻ കമ്പനി കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചെറിയ പണികൾക്കായി എഞ്ചിൻ വിദേശത്തേക്ക് അയക്കേണ്ടി വരില്ല എന്നതാണ് ഇതിലുള്ള ഗുണം. വ്യോമസേന നേരിട്ട് നടത്തുന്ന ഈ സംവിധാനത്തിലൂടെ നമ്മുടെ വിമാനങ്ങളുടെ പ്രവർത്തനക്ഷമത വലിയ രീതിയിൽ വർദ്ധിക്കും. കൂടാതെ ഭാവിയിൽ കൂടുതൽ കരുത്തുള്ള എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലും ഇന്ത്യയുമായി സഹകരിക്കാൻ ജനറൽ ഇലക്ട്രിക് സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. ഈ ഒരു കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഒരു ആഗോള ശക്തിയായി മാറുമെന്നത് നിസ്സംശയം പറയാൻ കഴിയും. വരും വർഷങ്ങളിൽ HAL പുതിയ ഫാക്ടറി സ്ഥാപിക്കുന്നതോടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇന്ത്യയിലേക്ക് ഒഴുകുമെന്നതാണ്. വിദേശ ആശ്രിതത്വം കുറച്ച് ആത്മനിർഭർ ഭാരത് എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു കുതിച്ചുചാട്ടമാണിത്. ഈ നീക്കത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.